ഒരാൾ ചോദിച്ചു, ഇസ്ലാമിൽ വല്ല ഒറ്റമൂലിയുണ്ടോ ചികിത്സക്ക്? ഹാറൂൺ റഷീദ് കുറെ ഇങ്ങനെ ആലോചിച്ചു. ഹാറൂൺ റഷീദ് പണ്ഡിതനാണ്, രാജാവാണ്, ഭരണാധികാരിയാണ്. കുറെ ഇങ്ങനെ ആലോചിച്ചു, ഒന്നും പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇസ്ലാമിൽ ചികിത്സക്ക് ഒറ്റമൂലി ഉണ്ടോ? ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചു, കുലു വഷ്റബു വലാ തുസ്രിഫു, ഒറ്റമൂലിയാണെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുക, കുടിക്കുക, വലാ തുസ്രിഫു, അമിതമാകരുത്. പാകത്തിന് അമിതമാകരുത്. അമിതമായാൽ കുറച്ചു കാലം മാത്രമേ കടിക്കൂ, പിന്നെ എല്ലാം ലിമിറ്റാക്കി പോയി. അപ്പോൾ പിന്നെ നമ്മൾ അവശത അനുഭവിക്കുകയാണ്. മോഹം നല്ലോണുണ്ട്, പറ്റൂലല്ലോ റബ്ബേ, നോക്കി കരയേണ്ടി മാത്രം വരും. അതുകൊണ്ട് ലിമിറ്റായി പോയാലോ അതങ്ങനെ തന്നെ തുറത്തിക്കൊണ്ടുപോകാൻ കഴിയും. മിതത്വം പാലിക്കണം എപ്പോഴും. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ വയറ് നിറയെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുട്ടികൾക്ക് പരുക്കൻ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, സ്മൂത്തായ ഭക്ഷണം കൊടുക്കരുത്. മുത്താലിമീങ്ങൾക്കൊക്കെ വേണമെങ്കിൽ റൊട്ടി കൊടുക്കുമ്പോൾ കട്ടിയുള്ള റൊട്ടി കൊടുത്തോളൂ, നൈസായ പത്തിരി കൊടുക്കേണ്ടതില്ല. എന്തേ കാരണം? അവര് പഠിച്ചു വളരാനുള്ളവരാണ്, സുഖിക്കേണ്ടവരല്ല. വീട്ടിലുള്ള മക്കൾക്കും ചിലരൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് മക്കളെ പള്ള കണ്ട പട്ടാളപ്പള്ളിന്റെ മിഹ്റാബ് പോലെയാണ്, അങ്ങനെ അങ്ങോട്ട് തുടിച്ചു നിൽക്കുന്നുണ്ടാകും. ആ കുട്ടിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നും കഴിയൂല. തൊട്ടു നോക്കിയാൽ റബ്ബർ ബന്ധു പോലെ അത്രത്തോളം ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഇമാമ് തങ്ങൾ പാകത്തിനെ ഭക്ഷണം കൊടുക്കാവൂ. അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് കുട്ടിക്ക് മടുപ്പുണ്ടാക്കണം. എത്ര തിന്നാലും തികയാത്ത രൂപം വരുമ്പോ കുട്ടിയിൽ ബൽഗം അധികരിക്കും, കഫം നിറയും. കഫം നിറഞ്ഞാലോ ബുദ്ധിക്കുറവ് സംഭവിക്കും, ഓർമ്മശക്തി കുറഞ്ഞു പോകും. കഫം നല്ലതാണ്, നല്ല കേടാണ് തന്നെയാണ് ഇസ്ലാമിന്റെ വൈദ്യശാസ്ത്രം. താരീഖുൽ മുതഅല്ലിം എന്ന ചെറിയ കിതാബിലും അത് പറയുന്നുണ്ട്. ബുദ്ധിക്കുറവ് സംഭവിക്കാനും ഓർമ്മക്കുറവ് സംഭവിക്കാനും കാരണം കസ്റത്തുൽ ബൽഗമി, കഫം നിറയുന്നതാണ്. ഇറച്ചി പാകത്തിനെ കൊടുക്കാവൂ, കൂടുതൽ കൊടുക്കരുത്. മീനും പാകത്തിനെ കൊടുക്കാവൂ, കൂടുതൽ കൊടുക്കരുത്. അതും തിന്നാൻ നല്ല സുഖമുള്ള മത്സ്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള മത്സ്യമാണ് കൊടുക്കേണ്ടത്. കുറച്ചൊക്കെ നല്ലോണം പണിപ്പെടും, അത് മതിയെന്ന് കരുതി പോകും. അങ്ങനെ ആകുമ്പോ പാകത്തിനുമായിട്ടുണ്ടാകും. ഭക്ഷണത്തിന്റെ രീതിയാണത്. സുഖങ്ങളല്ല കുട്ടികൾക്ക് ആസ്വദിപ്പിക്കേണ്ടത്, മതിയാകുന്ന പാകത്തിലുള്ളതാണ് കൊടുക്കേണ്ടത്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ تضعيف جسم عن عبادة ربه جلب لنوم فحذرنه وابهلا. വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആപത്തുകൾ ശരീരം വയസ്സിനൊക്കാത്ത കനം കൂടലാണ്. വയസ്സ് നോക്കുമ്പോ ചെറിയ വയസ്സാണ്, തടി നോക്കുമ്പോയോ 10 കൊല്ലം കൂടി അപ്പുറണ്ട് തോന്നിപ്പോകും. മനസ്സ് കടുത്തു പോകും, പറഞ്ഞാ കേൾക്കൂല, അനുസരിക്കൂല. ചില വീട്ടിൽ പോകുമ്പോ ഉസ്താദേ ഈ കുട്ടി പറഞ്ഞാ കേൾക്കുന്നത് മന്ത്രിക്കണം, കുട്ടിക്ക് ഭക്ഷണം പാകത്തിന് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പൊ അവര് നോക്കുന്നത് എന്താ ഭക്ഷണം പാകത്തിന് കൊടുത്താലേ അനുസരിക്കുള്ളൂ. ഖസ്വത്തുൽ ഖൽബ്, അടുത്ത മനസ്സ് വരും. ഖസ്വത്തുൽ ഖൽബിന് 3 താല്പര്യം ഉണ്ടാകും. എന്താ 3? ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഉറങ്ങണം. വേറെ ഒന്നും ഉണ്ടാകൂല. റാഹത്ത് വേണം, ചാരിക്കിടന്ന് എവിടെയെങ്കിലും ഉറങ്ങണം, നല്ലോണം കഴിക്കണം, നല്ലോണം കുടിക്കണം, വേറെ ഒന്നും ചിന്ത ഉണ്ടാവും. ഖസ്വത്തുൽ ഖൽബ് വരും. ബുദ്ധികൂർമ്മത നീങ്ങിപ്പോകും. തിളച്ചു മറിയുന്ന ബുദ്ധി ഉണ്ടായിരുന്നു. ചിലര് പറയും 5ാം ക്ലാസ് വരെ ഫുൾ മാർക്കായിരുന്നു, 6ലെത്തിയപ്പോ നിങ്ങൾ നല്ലോണം കൊടുത്തപ്പോ പഠനത്തിന് പിന്തിരിഞ്ഞു. ബുക്ക് മറച്ചു വെക്കുമ്പോഴേക്കന്നെ സ്കൂൾ വിട്ട് വന്ന് നന്നായി ഭക്ഷണം കഴിച്ച കുട്ടി പുസ്തകം എടുക്കുമ്പോഴേക്കന്നെ ഉറക്കം വന്നിട്ട് ബുദ്ധിമുട്ടാണ്. അന്ന് അവിടെ ഉറങ്ങി. ആരിഫുല്ല ഇശാവുല്ല ഉറങ്ങി. സുബഹിക്ക് എണീക്കുമ്പോ ഇതിന്റെ വസ്തു മാറിയിട്ടില്ല. അപ്പൊ എത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാകത്തിന് റബ്ബിനെ ആരാധന നിർവഹിക്കുന്നതിന് ശരീരത്തിന് ക്ഷീണം വന്നുപോയി, ദൗർബല്യം വന്നുപോയി, നിൽക്കാൻ പറ്റുന്നില്ല, കൂടുതൽ റക്അത്തുകൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് ഇരുന്നിട്ട് ഖുർആൻ ഓതാനൊക്കുന്നില്ല. ശരീരം ശുഷ്കിച്ചു പോയി, ദുർബലമായി പോയി. ഒരേ ഇരുത്തം ഇരുന്ന് 1,00,000 ദിക്ർ ചൊല്ലിയവർ, ഒരേ ഇരുത്തം ഇരുന്ന് 2,00,000 ദിക്ർ ചൊല്ലിയവർ നമ്മളെ കിട്ടൂല എന്ന് നമ്മൾ പറയാൻ കാരണം നമ്മുടെ ശരീരം ദുർബലമായി പോയി. ഉറക്കത്തെ വലിച്ചുകൊണ്ട് രാത്രി കഴിക്കുന്ന ഭക്ഷണം എല്ലാവരും നേരത്തെ കഴിക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് അപ്പൊ പരിപാടിക്ക് വന്നത്. അങ്ങനെ തന്നെയാണ് ഹദീസിലുള്ളത്, അങ്ങനെയാണ്. അൽ അശാഉ ഖബ്ലൽ ഇശാ. ഈ ഹദീസ് എല്ലാവരും മനപ്പാടാക്കി വെക്കും. അൽ അശാഉ ഖബ്ലൽ ഇശാ, വൈകുന്നേര ഭക്ഷണം ഇശാന് മുമ്പാണ് രാത്രി ഭക്ഷണം. ഇത് 10 മണിക്ക് നല്ലോണം ഭക്ഷണം കഴിക്കും. അപ്പൊ അവൻ പറയും രാത്രി ആകുമ്പോൾ നല്ലോണം കഴിക്കണം. രാവിലെ അവന്റെ കൂടെ പറയും രാവിലത്തെ ഭക്ഷണം നല്ലോണം കഴിക്കണം പറയും. ഉച്ചക്ക് കൂടെ ഉച്ചക്കത്തെ ഭക്ഷണം നല്ലോണം കഴിക്കണേ. എപ്പോഴാ പിന്നെ ഒഴിവുണ്ട്?
ഈ ടാങ്ക് എപ്പോഴെങ്കിലും ഒന്ന് ഒഴിവ് വേണ്ട, ഫ്രീ വേണ്ടേ? അങ്ങനെ നല്ലോണം കഴിച്ചാൽ അല്പം വിശക്കുമ്പോഴേക്ക് എല്ലാത്തിനും മടുത്തു വരും. പഠിക്കാനുമില്ല, നിസ്കരിക്കാനുള്ള, ഓതാനുള്ള, ദിക്റല്ലാനുള്ള മടുത്തു പോയി, ശരീരം ശുഷ്കിച്ചു പോയി, ക്ഷീണിച്ചു പോയി. വിശപ്പ് തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 2, 3, 4 ദിവസങ്ങളൊന്നും ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് നീങ്ങിയ സ്വഹാബിമാർ, താബിയുകൾ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ഇൽമു പഠിക്കുന്ന കാലത്ത് നടന്ന് ക്ഷീണിച്ച് നല്ല ഇലച്ചു നിൽക്കുന്ന മരം കണ്ടപ്പോൾ ഇരുന്നുറങ്ങിപ്പോയ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ മറക്കരുത് കേട്ടോ. മഹത്തുക്കളെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റരുത്. അള്ളാഹു തന്നതല്ലേ എന്ന് കരുതി യഥേട്ടം ഉപയോഗിക്കരുത്, പാകത്തിനെ ഉപയോഗിക്കാവൂ. രാത്രി ഭക്ഷണം ചുരുക്കണം. രാവിലെ എണീക്കുമ്പോ കനം കുറയാനാണ്. രാവിലെ എണീക്കുമ്പോ കനം കൂടിയാൽ നിശ്ചിത സമയത്ത് എണീക്കാൻ പറ്റൂല. രാവിലെ എണീക്കുമ്പോ കനം കുറഞ്ഞു കിട്ടണം. അതിന് പാകത്തിലുള്ള ഭക്ഷണം കഴിക്കണം. കട്ടിയുള്ളതും ദഹനം വളരെയധികം വിഷമമാകുന്നതും കഴിക്കരുത്. മത്സ്യവും മാംസവും ഒക്കെ കൂടുതൽ കഴിച്ചാൽ ദഹിക്കാൻ തന്നെ 4-5 മണിക്കൂർ വേണം. അങ്ങനെ 10 മണിക്കും 11 മണിക്കും കിടക്കുന്ന ആള് നല്ലോണം ദഹിക്കുന്ന സമയത്താകും അയാൾ എഴുന്നേൽക്കേണ്ടി വരിക സുബഹ് കൊടുക്കുമ്പോൾ. അപ്പൊ ആ ഉറക്കിന്റെ മൂർച്ചയിൽ എഴുന്നേറ്റ് കിട്ടൂല. അതുകൊണ്ടാണ് പലരും എഴുന്നേൽക്കാത്തത്.